പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ വൻ വിജയത്തെയും അതുപോലെ തന്നെ BJPയുടെ വൻ പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിനിടയിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരാളുണ്ട്, ഡോക്ടർ പി സരിൻ. IAS നിന്ന് പുറത്തു വന്ന് IAS ഉപേക്ഷിച്ചു കൊണ്ടുവന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി, അവിടെ നിന്ന് കോൺഗ്രസിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി CPMൽ സ്ഥാനാർത്ഥിയായ ആളാണ്. അപ്പം CPMന് കുറച്ച് കാലങ്ങളായിട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു CPM ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഇങ്ങനെ 10-24% വോട്ടൊക്കെ മാത്രം കിട്ടുക. അവിടെ ആദ്യം പാലക്കാടിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ CPM ഒരു പ്രബലമായ പാർട്ടിയാണ്, ജില്ലയിൽ ഇപ്പോഴും പ്രബലമായ പാർട്ടിയാണ്. പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ CPMന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സരിൻ വന്ന സമയത്ത് സരിൻ കോൺഗ്രസിൽ നിന്ന് പോയ വ്യക്തിയാണ്, അദ്ദേഹത്തിന് വോട്ടൊന്നും വർദ്ധിപ്പിക്കാൻ കഴിയില്ല, വലിയ പരാജയമായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിടത്ത് നിന്ന് 24,000-25,000 വോട്ട് മാത്രം നേടിയിരുന്ന CPMനെ ഒരു 12,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിച്ച് ഒരു 37,000-അടുത്തേക്ക് എത്തിക്കാൻ സരിന് കഴിഞ്ഞു. അത് ഈ സരിൻ്റെ ഒരു മേന്മ തന്നെയല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ? അല്ല, എന്താണ് അതിൻ്റെ മേന്മ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സരിൻ എന്ന് പറയുന്നതായിട്ടുള്ള കാൻഡിഡേറ്റിന് ഉള്ള പ്രാധാന്യം അത് കുറച്ചും കൂടി വിശദമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ CPM അവിടെ രാഷ്ട്രീയമായിട്ട് പരാജയപ്പെട്ടതായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വോട്ടൊക്കെ ഇത്രയും കിട്ടിയതിൻ്റെ ഫലമായിട്ട് എപ്പോഴും രാഷ്ട്രീയത്തിൽ നമ്മൾ വിലയിരുത്തലുകൾ നടത്തുന്നത് അതിൻ്റെ ഫലത്തെ നോക്കിയിട്ടാണ്. അങ്ങനെ ഫലം നോക്കുന്ന സമയത്ത് CPM വിജയിച്ചതായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം 25,000 വോട്ട് ഉണ്ടായിരുന്നിടന്ന് 37,000 വോട്ടിലേക്ക് അത് മാറി എന്ന് പറയുന്നത് വിജയകരമായിട്ടുള്ള മാറ്റമായിട്ടാണ് വിലയിരുത്തപ്പെടുകയുള്ളൂ. മാത്രമല്ല, ഞാൻ തന്നെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത് ഈ പാലക്കാട് CPM വെറും കാഴ്ചക്കാർ മാത്രമാണ്. അവിടെ യഥാർത്ഥത്തിലുള്ള മത്സരം എന്ന് പറയുന്നത് BJPയും കോൺഗ്രസും തമ്മിലാണ്. കാരണം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകൾ നമ്മൾ വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJPക്ക് ഒപ്പം നിൽക്കുന്ന ഒന്നായിട്ട് സരിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് CPMന് കഴിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ CPMനകത്തുണ്ട്. കാരണം വെച്ചാൽ കൃഷ്ണദാസ് നിരന്തരം അവിടെ നടത്തിയിരുന്നായിട്ടുള്ള പ്രസ്താവനകളൊക്കെ എന്ന് പറയുന്നത് സരിനെതിരായിട്ട് കൂടി വരാവുന്ന ഒരു തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അവിടെ മാത്രമല്ല, അവിടെ നിന്നും ഈ CPM വിജയിച്ച അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങളോടുള്ള സമീപനങ്ങൾ, അതൊക്കെ ചർച്ചയ്ക്ക് വരേണ്ട ഒരു തെരഞ്ഞെടുപ്പാണല്ലോ തെരഞ്ഞെടുപ്പ്. അത് CPM സമ്പൂർണ്ണമായിട്ട് മുക്കിക്കളഞ്ഞു. അത് ചർച്ചയ്ക്ക് വന്നില്ല. അതിന് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് ഞാനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ടെലിവിഷനിൽ പറഞ്ഞൊരു കാര്യമാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് അവരുടെ ഈ ക്ഷേമ പെൻഷൻ തന്നെ, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് 3-4 തവണയൊക്കെ മുടങ്ങി വലിയ കുളമായിരുന്നൊരു സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം CPM പെട്ടെന്ന് ആ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിഹരിച്ചു. ഇങ്ങനെ പെട്ടെന്ന് കൊടുത്തു തീർത്ത് ഇപ്പോൾ ഇനി അധികം കുടിശ്ശിയില്ലാത്ത ഒരവസ്ഥയിലൊക്കെ കാര്യങ്ങൾ എത്തി. അതൊരു പരാതിയല്ലാതെ മാറി. അന്ന് നമുക്കറിയാം, മറിയച്ചേർത്തി ചാട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങി വലിയ പ്രശ്നമായിരുന്നു. ആ പ്രശ്നമൊന്നും ഈ തെരഞ്ഞെടുപ്പിലില്ല ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഒരു ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമായി മാറിയ മറിയച്ചേർത്തിയും ചട്ടിയും ഒക്കെ ഇല്ലാത്ത തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിക്കൊണ്ടുപോകാനായിട്ട് CPMന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ BJP ആണെന്ന് വെച്ചാൽ ഈ ഭരണരംഗത്തുള്ള വിഷയങ്ങളൊന്നുമല്ല പ്രധാനമായിട്ട് ചർച്ചയ്ക്ക് വന്നത്. അതിന് പകരം നീല ബോക്സ്, ജെട്ടി, പെണ്ണുങ്ങളുടെ അതെ, അതുപോലെ തന്നെ സ്ത്രീകളുടെ മുറിയിലേക്ക് പോലീസ് ഇരച്ചു കയറി രാത്രി പരിശോധന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള വിവാദങ്ങളിലേക്ക് അത് മാറി തീർന്നു. പിന്നെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ അങ്ങോട്ട് മാറി അങ്ങനെയൊക്കെ ഉള്ള അത് മൊത്തം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലേക്ക് അട്ടിമറിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. അപ്പം അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പ്രകടമാക്കപ്പെട്ട തെരഞ്ഞെടുപ്പായിട്ട് അതിനെ വിലയിരുത്തപ്പെടുന്നില്ല. കാരണം അതൊന്നും എല്ലാവരും അവിടെ ചർച്ച ഉണ്ടായിരുന്നു. അത് ചർച്ചയ്ക്കേ വന്നിട്ടില്ല. നവീൻ ബാബുവിൻ്റെ വിഷയം പോലും അവിടെ ചർച്ചയായില്ല. പക്ഷെ അവിടെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ വളർന്നു വന്നത് ഒരു വർഗീയതയായിരുന്നു ശരിക്കും പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ട് BJPക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന ഒരു സംഘമാണ് എന്ന് കോൺഗ്രസ് സ്ഥാപിച്ചെടുക്കാനും അങ്ങനെ മുസ്ലിം വോട്ടുകൾ മുഴുവനും അവർക്ക്
എന്താണ് ഏകീകരിപ്പിക്കാനും ഏകീകരിച്ച് രാഹുൽ കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത്. അതാണ് ഇത്രമാത്രം വോട്ട് അവർക്കുണ്ടായത്. BJP അതുപോലെ തന്നെ പരാജയപ്പെടുകയും ചെയ്തു. BJPയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കഴിയാത്ത തരത്തിൽ സന്ദീപ് വാര്യരുടെ ഈ കലക്കം ഒക്കെ അവരെ ബാധിച്ചു. അവർക്ക് വോട്ട് കുറഞ്ഞു. പ്രത്യേകിച്ച് നഗരസഭ കേന്ദ്രീകൃതമായ മേഖലയിൽ അവർക്ക് വോട്ടിൻ്റെ വലിയ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. BJPക്കാർ തന്നെ തിരിച്ചു വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. BJPക്കാർ തന്നെ നഗരസഭകളിൽ തിരിച്ചു വോട്ട് ചെയ്തു. അതായത് BJPക്ക് വോട്ട് കൊടുക്കാതെ BJPയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം വോട്ട് ചോർന്നു. അതെ, ആ വോട്ടൊക്കെ കോൺഗ്രസിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടി. മാത്രമല്ല BJPക്ക് എതിരായിട്ടുള്ള ഒരു സംവിധാനമാണ് കോൺഗ്രസിന് നിന്ന് സ്ഥാപിച്ചെടുത്ത് മുസ്ലിങ്ങളുടെ മുഴുവൻ വോട്ടുകളും ഏകീകരിച്ച് മേടിച്ചെടുക്കാനായി കഴിഞ്ഞു. അവർക്ക് നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെയാണ് ഷാഫി പറമ്പിലിന് പോലും കിട്ടാത്തതായിട്ടുള്ള ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ CPM എന്തെന്ന് വെച്ചാൽ 27,000 വോട്ടിൽ നിന്ന് 37,000-ലേക്ക് അവർ വർദ്ധിപ്പിച്ചു. അതുകൊണ്ടാണ് ചർച്ച ഈ BJPയുടെ പരാജയത്തിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെയും ഇടയിൽ ഇവരുടെ ചർച്ച അപ്രസക്തമായി പോയി എങ്കിൽ പോലും അത് പ്രസക്തമാണ് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം അതാണ്. അവർ വലിയ രീതിയിലേക്ക് വോട്ട് വർധനവ് ഉണ്ടാക്കി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ CPM അവിടെ രാഷ്ട്രീയമായിട്ട് പരാജയപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും കരുത്തനായിട്ടുള്ള അവരുടെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ നിർത്തി അവരുടെ രാഷ്ട്രീയം പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രാഷ്ട്രീയ വിജയം അവർക്കുണ്ടാകും. അതെ. പക്ഷേ ഇവിടെ അവർക്ക് പരാജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വോട്ട് അവർക്ക് അത്ര നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് CPMൻ്റെ പ്രതികരണം വന്നത് സൈബർ അണികൾ പോലും ഇപ്പോൾ എന്താണ് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയകളിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തമാണ്. തുടർഭരണം ഉണ്ടാകും. മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ ആദ്യ വിളംബരം മുഴങ്ങിയിരിക്കുന്നു. കാരണം ചേലക്കരയിൽ പ്രദീപ് ജയിച്ചിരിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു. പാലക്കാട് വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആ തരത്തിൽ പിന്നെ വയനാട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത്. അപ്പം ഈ തരത്തിൽ സരിൻ വോട്ട് വർദ്ധിപ്പിച്ചതും ചേലക്കരയിലെ വലിയ വിജയവും, അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ ചേലക്കരയിൽ പരാജയപ്പെട്ടേനെ എന്നതായിരുന്നു അവർ പറയുന്നത്. അങ്ങനെ ഇല്ല എന്നും ഇത് ശക്തമായ ഒരു സർക്കാർ അനുകൂല വികാരമാണ് ജനങ്ങളിൽ നിന്ന് കാണുന്നത് എന്നുമാണ് CPM പറയുന്നത്. അങ്ങനെ തന്നെയാണ് CPM പ്രതികരിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് യാഥാർത്ഥ്യമാണോ? അതായത് ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തത് കൊണ്ടാണോ CPM അവിടെ ജയിച്ചു പോയത്? അല്ല, ചേലക്കരയിലെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ശക്തമായിട്ടുള്ള വിജയമാണ്. വളരെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് നല്ല ബേസോട്ടുള്ള ഒരു മേഖലയാണ്. ഹാർഡ് കോർ CPMമാരുള്ള സ്ഥലമാണ്. അതൊരു ചെങ്കോട്ട തന്നെയാണ്. പക്ഷെ അത് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങിയെന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിനൊന്നും അതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സിലെവിടെ ഒന്ന് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ലോക്സഭയിലേക്കുള്ള അവരുടെ 5 വർഷക്കാലം അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ പാട്ടും പാടി നടക്കുകയാണ്. ഒരു പാർലമെൻറ്റേറിയൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പാട്ടുപാടി നടക്കൽ മാത്രമല്ല. പാട്ടുപാടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പാർലമെൻറ്റേറിയൻ്റെ പ്രവർത്തനം നടത്തിയാൽ മാത്രമാണ് ആളുകൾക്ക് അവരുടെ താല്പര്യം ഉണ്ടാകും. അപ്പോൾ അവരിങ്ങനെ താല്പര്യമില്ലാത്ത ഒരു കാൻഡിഡേറ്റാണ്. ആ കാൻഡിഡേറ്റിനെയാണ് VD സതീശനും അദ്ദേഹത്തിൻ്റെ സംഘവും കൂടിയൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചെന്നുള്ളതാണ്. അത് കോൺഗ്രസിൻ്റെ ഒരു വലിയ പരാജയമായിട്ട് നമ്മൾ കണക്കാക്കണം, ആ തീരുമാനം എന്ന് പറയും. പക്ഷേ CPM ഫലപ്രദമായിട്ട് അവരുടെ വോട്ട് ബാങ്കിനെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ പറയുന്ന ആ വാദം നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇപ്പോൾ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നില്ല. ഒന്ന് തൃക്കാക്കരയിൽ, മറ്റൊന്ന് പുതുപ്പള്ളി. അവിടെയൊക്കെ കോൺഗ്രസ് ജയിച്ച് അത് കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു. അത്രയേ ഉള്ളൂ. അതിൽ കുറച്ചും കൂടി വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പ്രതിപക്ഷത്തിൻ്റെ വാദം ശക്തമാകണമെങ്കിൽ അവർക്ക് ചേലക്കരയിൽ എന്ത് ചെയ്യാൻ കഴിയണം? CPMനെ തോൽപ്പിക്കാൻ കഴിയണമായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ തോറ്റുപോയ സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് 5000 വോട്ടിൻ്റെ അധികം ഭൂരിപക്ഷം അവർക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് സതീശൻ സംഘം വിചാരിക്കുന്നത് ഈ 5000 എന്ന് പറഞ്ഞാൽ 10000 മാറുമെന്നാണ്. വെറുതെ വീട്ടിലിരുന്ന് മനപ്പായസം ഉണ്ടെന്നായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത്. അതില്ലാണ്ട് ആ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ആ കാൻഡിഡേറ്റ് എന്തുകൊണ്ട് ഒരു ഫാൾട്ടി കാൻഡിഡേറ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. എങ്ങനെ ഫൈറ്റ് ചെയ്താലും ഒരു കാര്യം ആ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി തരുന്നുണ്ട്.
അത് CPM-ന്റെ കോട്ടകളാണ് എങ്കിൽ അത് കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള കഴിവിപ്പോഴും പാർട്ടിക്കുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് സൈബർ സഹാക്കളും അതേപോലെ തന്നെ CPM-ന്റെ ഔദ്യോഗിക നേതൃത്വമൊക്കെ പറയുന്നത് ഇത് മൂന്നാം വരവിൻ്റെ ലക്ഷണമാണ് എന്ന് പറയുന്നത്. ശരിയായിരിക്കും. കാരണം കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കണമായിരുന്നു. ആ വിഷയം അവതരിപ്പിച്ചാണ് ചർച്ച നടത്തിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ അനുകൂലമായിട്ടുള്ള ഫലമാണോ പ്രതികൂലമായിട്ടുള്ള ഫലമാണോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുമായിരുന്നു. ഇപ്പം അത് പറ്റില്ല. ഇപ്പം അത് പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയത് നമ്മളല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസും അതേപോലെ BJP ആണ്. ഇവരാരും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത്. BJPക്ക് അവിടെ കുറേ വോട്ട് കൂടുതൽ കിട്ടി. വോട്ട് ചിലക്കരയിൽ കുറേ വോട്ട് അവർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ആ വർധനമെന്ന് പറയുന്നത് എനിക്ക് വന്ന് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു വോട്ട് ഷെയർ കോൺഗ്രസിന് കിട്ടുന്നതിന് വരും അത് നേരെ കൂടെ പോയി BJP-യിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അതുപോലെ തന്നെ പാർട്ടിയും ഓരോരോ വിഷയങ്ങൾ എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ ജനങ്ങൾക്ക് അപ്രിയമുള്ളതാണ്. പെറുക്കപ്പെട്ടവനായിട്ട് മുഖ്യമന്ത്രിയെ മാറ്റി തീർക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് മോശമായിട്ട് ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞ് തിരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റേതവർ ചെയ്തു. ഞാൻ പറഞ്ഞു ക്ഷേമ പെൻഷൻ പോലെയാണ് നമ്മൾ അന്ന് സംസാരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ആ കാര്യം അവർ പരിഹരിക്കേണ്ടത് തയ്യാറായി. ആ പരിഹാരം എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് കൂടി യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഉണ്ടായിരിക്കണം എന്നാണ് തോന്നുന്നത്. തീർച്ചയായും. എന്തായാലും ഈ ഇത്തരം കാര്യങ്ങൾ കൂടി CPM പറയുന്നതിലും കാര്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഒരുപാട് നന്ദി.